Students, welcome to the class. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് RL ലോഡ്. AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് RL ലോഡ്. ഇപ്പോൾ AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് R ലോഡ് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ RL ലോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. എന്ത് ചെയ്യുന്നു? ഒരു AC സോഴ്സ് ഇൻപുട്ടിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അത് എന്നിട്ട് ഒരു ആൻറ്റി പാരലൽ തൈറിസ്റ്ററിലേക്ക് T1 T2 രണ്ട് പാരലൽ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്ത തൈറിസ്റ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ ടു ലോഡ്, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ലോഡ് ഏതാണ്? RL ലോഡ്. ഇപ്പോൾ സോഴ്സ് വോൾട്ടേജ് VS ആണ് സോഴ്സ് വോൾട്ടേജ്, സോഴ്സ് കറൻറ്റ് IS ആണ്, തൈറിസ്റ്റേഴ്സ് T1 ആൻഡ് T2, ലോഡ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0, ഔട്ട്പുട്ട് കറൻറ്റ് I0. ഇപ്പോൾ ഇത്രയാണ് പാരാമീറ്റേഴ്സ്. ഇപ്പം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പം പോസിറ്റീവ് ഹൗസ് സൈക്കിൾ സോഴ്സ് വോൾട്ടേജ് വരുന്ന സമയത്ത് സോഴ്സ് വോൾട്ടേജാണ് ഇത് VS. സോഴ്സ് വോൾട്ടേജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വേവ് ഫോം ഇങ്ങനെ ആകുന്നു അല്ലേ. അപ്പോൾ വേവ് ഫോം എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് നമ്മളിപ്പോൾ ഇൻപുട്ടിൽ എന്താ ചെയ്യുന്നത്? ഒരു AC വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇൻപുട്ടിൽ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിലും AC വോൾട്ടേജ് തന്നെ കിട്ടുന്നു. അപ്പോൾ അതാണ് AC ടു AC കൺവേർഷൻ, AC വോൾട്ടേജ് കൺവേർഷൻ. അപ്പോൾ ഇതിനെ സൈക്ലോ കൺവേർട്ടർ എന്നുകൂടി നമുക്ക് എന്ത് പറയാം. AC ടു AC കൺവേർഷൻ അല്ലെങ്കിൽ സൈക്ലോ കൺവേർട്ടർ എന്നുകൂടെ പറയാം. അപ്പോൾ ഇൻപുട്ടിൽ ഒരു AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? AC വോൾട്ടേജ് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന AC വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC വോൾട്ടേജിൻ്റെ വിഡ്ത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? AC വോൾട്ടേജ് കൺട്രോളർ എന്ന് പറയാൻ കാരണം. ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC വോൾട്ടേജിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എങ്ങനെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കുക, വേവ് ഫോം ശ്രദ്ധിക്കുക. ഇതാണെന്ത്? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് ആൽഫ എന്ന ഇൻസ്റ്റൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്? വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് വോൾട്ടേജ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? 0 എന്നാണ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഇൻസ്റ്റൻറ്റ് ആൽഫയാണ്. ആൽഫയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം എന്ത്? എവിടെ നിന്ന് തൊട്ടാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് ആരെ ഡിറ്റർമിൻ ചെയ്യുന്നു? നമ്മളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് ഏതാണ്? ആൽഫയാണ്. അപ്പോൾ ആൽഫ എന്ന ഇൻസ്റ്റൻറ്റിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇവിടെ തൈറിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈറിസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ട്രിഗറിങ് പൾസിനനുസരിച്ചായിരിക്കും എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം. അപ്പോൾ ആൽഫ എന്ന ഇൻസ്റ്റൻറ്റിലാണ് നമ്മൾ ട്രിഗറിങ് പൾസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ ഇൻസ്റ്റൻറ്റിൽ കണ്ടക്ട് ചെയ്യും. അപ്പം ആൽഫ ഇൻസ്റ്റൻറ്റിലാണ് കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ആൽഫേൻ്റെ വാല്യൂ വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൽഫയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അപ് ടു പൈ വരെ. ദെൻ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഉണ്ട് അല്ലേ. വിത്ത് R ലോഡ് നമ്മൾ എന്ത് ചെയ്തു? R ലോഡ് വെച്ചിട്ട് ഇതിൻ്റെ വേവ് ഫോം നോക്കിയതാണ്. അപ്പോൾ R ലോഡിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ ആകുന്ന സമയത്ത് 0 ആയി. പിന്നെ എന്ത് ചെയ്തു? അടുത്ത ഇൻസ്റ്റൻറ്റിൽ അടുത്ത 180 പ്ലസ് ആൽഫയിലാണ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ പൈയിലെ ടൈം പൈയിൽ എന്ത് ചെയ്യില്ല? വോൾട്ടേജ് എന്താവുന്നില്ല? 0 ആകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും കണ്ടക്ഷൻ ഉണ്ട്. അപ്പം അതിന് കാരണം എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്നത് RL ലോഡ്. ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? 180 ഡിഗ്രിക്ക് ശേഷവും എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ടിൽ നമ്മൾ AC വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് കിട്ടുന്നത്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടാൻ കാരണം എന്തുകൊണ്ടാണ്? RL ലോഡ് ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കാരണമാണ്. അപ്പോൾ ആൽഫയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആൽഫയിൽ നിന്ന് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ് ടു പൈ വരെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും കണ്ടക്ട് ചെയ്യുന്നു. ഇവിടം വരെ ബീറ്റ വരെ. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പൈ പ്ലസ് ആൽഫയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ് ടു 2π വരെ. ദെൻ എന്ത് ചെയ്യുന്നു? ബീറ്റ വരെ അഗെയിൻ കണ്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടക്ഷൻ ഇങ്ങനെ ബീറ്റ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ RL ലോഡ് ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വേവ് ഫോം ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ആൽഫേൻ്റെ വാല്യൂ വാരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം?
ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൽഫ ഉപയോഗിക്കുന്ന എവിടെയാണ്, തൈറിസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, തൈറിസ്റ്റേഴ്സിലെ ട്രിഗറിങ് പൾസ് കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, എ സി വോൾട്ടേജ് കൺട്രോളർ. എ സി വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന എ സി വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ രണ്ട് തൈറിസ്റ്റേഴ്സ് ആൻറ്റി പാരലായിട്ട് തന്നെ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, രണ്ട് ഹാഫ് സൈക്കിളും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് എ സി വോൾട്ടേജ് കൺട്രോളിൻ്റെ വേവ് ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ്. ഇവിടെയുള്ളതാണ് കറണ്ടിൻ്റെ വേവ് ഫോം. അപ്പോൾ വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കറണ്ട് ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടം വരെ പൈ അറ്റ് എ ടൈം പൈ വരെ അല്ല, പൈ എത്തുന്ന ശേഷം എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കാരണം. അപ്പം ബീറ്റ എന്ന പോയിൻ്റ് വരെ എന്ത് ചെയ്യുന്നു, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളും സെയിം തന്നെ. എവിടെയൊക്കെയാണോ വോൾട്ടേജ് ഉണ്ടാകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കറൻറ്റും ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് വേവ് ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ് ഈക്വൽ ടു √1/π ആൽഫ ടു ബീറ്റ Vm sin omega t dωt. ഇതാണ് ഇക്വേഷൻ. 1/π √1/π ആൽഫ ടു ബീറ്റ Vm sin omega t dωt. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. Vm sin omega t ഹോൾ സ്ക്വയർ, Vm sin omega t ഹോൾ സ്ക്വയർ dωt ഉണ്ട്. നിങ്ങളത് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. നോട്ട്സിലേക്ക് എഴുതുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുക. Vm sin omega t ഹോൾ സ്ക്വയർ dωt കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു √1/π ആൽഫ ടു ബീറ്റ Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി dωt എന്ന് ചേഞ്ച് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി dωt. ഇനി ഈ Vm സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും, √Vm സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആൽഫ ടു ബീറ്റ സൈൻ സ്ക്വയർ ഒമേഗ ടി dωt ഇങ്ങനെ കിട്ടുന്നു. അതിനുശേഷം Vm സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആൽഫ ടു ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 - cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. 1 - cos 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ എന്താണ് കിട്ടുക, ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 2നെ വീണ്ടും എഗെയിൻ പുറത്തേക്ക് ഇടുന്നു. Vm ഡിവൈഡ് ബൈ √2π ആൽഫ ടു ബീറ്റ ഒമേഗ ടി. 1നെ വിത്ത് റെസ്പെക്ട് ടു dωt വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഒമേഗ ടി തന്നെ കിട്ടുന്നു. അപ്പോൾ ഒമേഗ ടി മൈനസ് സൈൻ 2 കോസ് തീറ്റേൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, സൈൻ തീറ്റയാണല്ലേ. അപ്പോൾ ഇത് സൈൻ 2 ഒമേഗ ടി ബൈ 2. അതിനുശേഷം എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ എന്തായി, Vm ബൈ √2π ഇൻറ്റു √β മൈനസ് ആൽഫ പ്ലസ് സൈൻ 2. ഇവിടെ ഉണ്ട് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് സൈൻ 2 ആൽഫ ബൈ 2 മൈനസ് സൈൻ 2 ബീറ്റ ബൈ 2. അപ്പോൾ ഇത്രയാണ് RMS വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതാണ് AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് RL ലോഡ്. സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ് ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വേവ് ഫോം മാർക്ക് ചെയ്യുക. ഇത് വെച്ച് എന്ത് ചെയ്യുക, AC വോൾട്ടേജ് കൺട്രോളറിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനുശേഷം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് RL ലോഡിൽ പഠിക്കാനുള്ളത്. ഓക്കെ.